ഇറാനെ ആക്രമിക്കാനുള്ള അമേരിക്കയുടെ വമ്പൻ നീക്കങ്ങളുടെ വിശദാംശങ്ങൾ പുറത്തായിരിക്കുന്നു. ഇറാനു ചുറ്റും അമേരിക്കയുടെ 40,000-ത്തിലധികം സൈനികരെ വിന്യസിച്ചു എന്നുള്ള വിവരമാണിപ്പോൾ വാഷിംഗ്ടൺ തന്നെ പുറത്തുവിട്ടിരിക്കുന്നത്. ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് ഒരാക്രമണത്തിന് അമേരിക്ക തയ്യാറെടുക്കുകയാണ്. ഇറാൻ തീരത്ത് USS എബ്രഹാം ലിങ്കൺ അടക്കമുള്ള പടുകൂറ്റൻ പടക്കപ്പലുകൾ നേരത്തെ തയ്യാറാക്കി വച്ചിരിക്കുന്നു. ഇത് മാത്രവുമല്ല, ഗൾഫ് മേഖലയിലെ പ്രത്യേകിച്ച് ഖത്തറിലെയും ജോർദാനിലെയും അമേരിക്കയുടെ എയർഫീൽഡുകളിലേക്ക് കൂടുതൽ ഫൈറ്റർ ജെറ്റുകൾ കഴിഞ്ഞ ദിവസങ്ങളിൽ എത്തിക്കഴിഞ്ഞിരിക്കുന്നു. അമേരിക്കയുടെ ഏറ്റവും വലിയ വജ്രായുധമായ B-2 ബോംബറുകൾ ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് പറന്നെത്താനും ഇറാന്റെ മുകളിൽ ടെഹ്റാന്റെ തലയ്ക്ക് മുകളിലെത്തി വൻതോതിൽ ബോംബാക്രമണം നടത്തി തിരികെ അമേരിക്കയിലേക്ക് എത്താനുമുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. സൈന്യത്തിന് ഏത് നിമിഷം വേണമെങ്കിലും ആക്രമണത്തിന് തയ്യാറെടുക്കാനുള്ള നിർദ്ദേശമാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നൽകിയിരിക്കുന്നത്. അതേസമയം ഇറാനിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ തിരിച്ചടി അതിഭയാനകമായിരിക്കുമെന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷസ്കിയാന്റെ മുന്നറിയിപ്പ്. കഴിഞ്ഞ മണിക്കൂറിലാണ് മസൂദ് പെഷസ്കിയാൻ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചുട്ട മറുപടി നൽകിയിരിക്കുന്നത്. അതേസമയം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ കൃത്യമായി തന്നെ അമേരിക്കയുടെ പദ്ധതികളെക്കുറിച്ച് മാധ്യമങ്ങൾക്ക് മുന്നിൽ വിശദീകരിച്ചു. ഇറാന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ അമേരിക്കയുടെ 30,000 മുതൽ 40,000 വരെ സൈനികരെ ഇതിനകം തന്നെ അണിനിരത്തി കഴിഞ്ഞിരിക്കുന്നു. കൂടുതൽ സൈനികർ ഗൾഫ് മേഖലയിലെ എയർബേസുകളിൽ ഇപ്പോൾ തന്നെ സജ്ജമായിട്ടുണ്ട്. ഏതെങ്കിലും തരത്തിൽ ഒരാക്രമണം ഇറാന്റെ ഭാഗത്തുണ്ടാവുകയാണെങ്കിൽ അതേസമയം തന്നെ അമേരിക്കയുടെ തിരിച്ചടി ഉണ്ടാകും. അതുമാത്രവുമല്ല, ഇറാനിൽ ഇപ്പോൾ നടക്കുന്ന ആഭ്യന്തര സംഘർഷങ്ങൾ അവസാനിപ്പിക്കാൻ ഇറാൻ ഭരണകൂടം നടപടിയെടുത്തില്ലെങ്കിൽ അതിൻ്റെ പ്രത്യാഘാതം വളരെ വലുതായിരിക്കുമെന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ സ്റ്റേറ്റ് സെക്രട്ടറി തന്നെ വ്യക്തമാക്കിയിരിക്കുന്നത്. ഏത് സാഹചര്യത്തിലും ഇറാനെ ആക്രമിക്കാൻ തന്നെയാണ് അമേരിക്കയുടെ നീക്കം. കഴിഞ്ഞ ആഴ്ച ഇറാനിലേക്ക് ആക്രമണം നടത്താൻ അമേരിക്കയുടെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് തൻ്റെ സൈന്യത്തിന് നിർദ്ദേശം നൽകി. എന്നാൽ മിനിറ്റുകൾക്കുള്ളിൽ ആ തീരുമാനത്തിൽ നിന്ന് ട്രംപ് പിന്നോട്ട് പോയി ആക്രമണത്തിനായി ഇറാന്റെ ആകാശത്തേക്ക് കുതിച്ച ഫൈറ്റർ ജെറ്റുകൾ തന്നെ തിരികെ വിളിച്ച സാഹചര്യം ഉണ്ടായി. എന്തുകൊണ്ടാണ് ആക്രമണത്തിൽ നിന്ന് അവസാന നിമിഷം അമേരിക്ക പിന്മാറിയതെന്ന് സംബന്ധിച്ച് ഇപ്പോഴും ദുരൂഹത ഉണ്ട്. എങ്കിൽ തന്നെയും ഒരാക്രമണം ഇറാനിലേക്ക് അമേരിക്ക ഉടൻ നടത്തുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ. നമുക്കറിയാം, പുതുവർഷത്തിൽ ഇറാനെ ആക്രമിക്കാനായിരുന്നു അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പദ്ധതി. ഇതിനുവേണ്ടി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ കൂടിക്കാഴ്ചയും നടന്നു. അതിന് പിന്നാലെയാണ് ഇറാനിൽ ആഭ്യന്തര സംഘർഷങ്ങൾ ആരംഭിച്ചത്. ആഭ്യന്തര സംഘർഷങ്ങൾ ആദ്യഘട്ടത്തിൽ സമാധാനപരമായിരുന്നുവെങ്കിലും പിന്നീട് വൻതോതിലുള്ള രക്തച്ചൊരിച്ചിലും കലാപവും ഉണ്ടായി. ഈ ആഭ്യന്തര കലാപത്തെ അടിച്ചമർത്താനാണ് ഇറാൻ ഭരണകൂടം നിർദ്ദേശം നൽകിയത്. അത് വലിയൊരു തെരുവ് യുദ്ധമായി പരിണമിച്ചു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 10,000-കണക്കിന് പേർ കൊല്ലപ്പെട്ടു എന്ന് അനൗദ്യോഗികമായ റിപ്പോർട്ടുകൾ പുറത്തു വരുന്നു. നിരവധി സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവരെ ഇറാനിയൻ സൈന്യം തന്നെ തെരുവുകളിൽ കൊന്നു തള്ളി എന്നുള്ളതാണ് മനുഷ്യാവകാശ സംഘടനകൾ പുറത്തുവിട്ട വിവരം. ഇത് നിർത്തിവയ്ക്കണമെന്നും എത്രയും വേഗം ഈ മനുഷ്യാവകാശ ലംഘനം അവസാനിപ്പിക്കണമെന്നുമാണ് അമേരിക്ക ഇറാനോട് ആവശ്യപ്പെട്ടത്. എന്നാൽ ഇറാനാകട്ടെ ഈ ആവശ്യം ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. മാത്രവുമല്ല, ഇസ്രായേലിൻ്റെ രഹസ്യാന്വേഷണ ഏജൻസിയായ മൊസാദിൻ്റെയും അമേരിക്കയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ CIA താല്പര്യപ്രകാരമാണ് ഇത്തരമൊരു സംഘർഷം ഇറാനിൽ ഉടലെടുത്തത് എന്നാണ് മസൂദ് പെഷസ്കിയാൻ പിന്നീട് പ്രതികരിച്ചത്. ഈ രണ്ട് ചാരസംഘടനകളുടെയും പ്രവർത്തകരും ഏജന്റുമാരുമാണ് ഈ തെരുവുകളിലെ കലാപത്തിന് കാരണക്കാർ എന്നാണ് ഇവർ വ്യക്തമാക്കിയത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും ഇസ്രായേലിലേക്കും അമേരിക്കയിലേക്കും ഒരു തിരിച്ചടി ഉണ്ടാകുമെന്നും ഇറാൻ ഭരണകൂടം പ്രതികരിച്ചിരുന്നു. നമുക്കറിയാം, 2025 ജൂൺ മാസത്തിൽ ഇറാനിലേക്ക് ഇസ്രായേൽ ഒരു ആക്രമണം നടത്തിയിരുന്നു. 12 ദിവസം നീണ്ടുനിന്ന ഒരു ആക്രമണമായിരുന്നു അത്. അതായത് ഇസ്രായേൽ ഹമാസ് യുദ്ധത്തിനിടയിൽ 1-2 തവണ ഇറാനിൽ നിന്ന് ഇസ്രായേലിന് നേരെ ബാലിസ്റ്റിക് മിസൈൽ പ്രയോഗം ഉണ്ടായിരുന്നു. ഇതിനുള്ള തിരിച്ചടി എന്നോണമാണ് ഇസ്രായേൽ ഇറാനെ ആക്രമിച്ചത്.
ഇറാനിലേക്ക് ഇസ്രായേലിൻ്റെ ഫൈറ്റർ ജെറ്റുകൾ കുതിച്ചെത്തി. ടെഹ്റാന്റെ തലയ്ക്ക് മുകളിൽ നിന്നുകൊണ്ട് നിരവധി ഇടങ്ങളിലേക്ക് ഇസ്രായേൽ സൈന്യം ബോംബ് വർഷിച്ചു. ടെഹ്റാനിലെ പ്രധാനപ്പെട്ട ആയുധ കേന്ദ്രങ്ങൾ, സൈനിക താവളങ്ങൾ, അതുപോലെ തന്നെ ഡ്രോൺ നിർമ്മാണ ഫാക്ടറികൾ, അതുപോലെ മിസൈൽ നിർമ്മാണ കേന്ദ്രങ്ങൾ, അതുപോലെ ബാലിസ്റ്റിക് മിസൈൽ നിർമ്മിക്കുന്ന പ്രധാനപ്പെട്ട കേന്ദ്രങ്ങൾ ഒക്കെ തന്നെ ആ ആക്രമണത്തിൽ തരിപ്പണമായി. ഇത് മാത്രവുമല്ല, ആണവായുധ നിർമ്മാണത്തിന് ആവശ്യമായ അസംസ്കൃത വസ്തുക്കൾ സൂക്ഷിച്ച കേന്ദ്രങ്ങളിലേക്ക് വരെ അന്ന് ഇസ്രായേലി സേന ആക്രമണം നടത്തി എന്നുള്ള വിവരമാണ് പുറത്തു വന്നത്. ഇറാന്റെ ആണവ പദ്ധതികളെ 25 വർഷം പുറകോട്ടടിക്കാൻ ഇസ്രായേലിന്റെ ആക്രമണത്തിലൂടെ കഴിഞ്ഞു എന്നായിരുന്നു അന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടത്. എന്നാൽ പിന്നീട് ആഴ്ചകൾക്ക് മുൻപ് ഏറ്റവും നിർണായകമായ ചില വാർത്തകൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ പുറത്തുവിട്ടിരുന്നു. 4ാം തലമുറ ഫ്യൂഷൻ ആണവായുധത്തിൻ്റെ നിർമ്മാണം ഇറാൻ നടത്തിയെന്നും ആ ഫ്യൂഷൻ ആണവായുധത്തിൻ്റെ പരീക്ഷണം ഇറാൻ നടത്തിയെന്നുമായിരുന്നു അന്ന് ചില അമേരിക്കൻ മാധ്യമങ്ങളടക്കം പുറത്തുവിട്ട വാർത്ത. വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാവുന്നതും യുറേനിയമോ പ്ലൂട്ടോണിയമോ ആവശ്യമില്ലാത്തതുമായ ഒരു ആണവായുധമായിരുന്നു ഫ്യൂഷൻ ആണവായുധം. ആ ഫ്യൂഷൻ ആണവായുധത്തിൻ്റെ പരിധി എന്ന് പറയുന്നത് വളരെ ചെറിയ പ്രദേശത്ത് മാത്രമേ അതിൻ്റെ നാശനഷ്ടങ്ങൾ വരുത്തൂ എന്നുള്ളതും അതിൻ്റെ ഏറ്റവും വലിയ സവിശേഷതയായിരുന്നു. വളരെ പെട്ടെന്ന് തന്നെ നിർമ്മിച്ചെടുക്കാവുന്ന ഈ ഫ്യൂഷൻ ആണവായുധം ഇറാൻ നിർമ്മിച്ചു എന്നുള്ളത് ഇസ്രായേലിനെയും അമേരിക്കയും ഞെട്ടിച്ച കാര്യമാണ്. ഇതോടുകൂടിയാണ് ഇനി ഇറാനിലേക്ക് ആക്രമണം നടത്താൻ വൈകിക്കൂടാ എന്നുള്ള ഒരു തിരിച്ചറിവിലേക്ക് ഇസ്രായേൽ എത്തിയത്. അങ്ങനെയാണ് പുതുവർഷത്തിൻ്റെ ആദ്യ മാസത്തിൽ അല്ലെങ്കിൽ 2ാം മാസത്തിൽ തന്നെ, മാർച്ച് മാസത്തിന് മുൻപ് തന്നെ ഇറാനിലേക്ക് ഒരു ആക്രമണത്തിനുള്ള സർവ്വസന്നാഹങ്ങളും ഇസ്രായേലും അമേരിക്കയും തയ്യാറാക്കിയത്. അതിനിടയിലാണ് ഇറാനിലൊരു ആഭ്യന്തര കലഹമുണ്ടായത്. ആ ആഭ്യന്തര കലഹത്തിൻ്റെ പേരിൽ ഇറാനെ ആക്രമിക്കാനുള്ള ചില ശ്രമങ്ങളാണ് ഇപ്പോൾ അമേരിക്ക നടത്തുന്നത്. ഇതിലേറ്റവും ശ്രദ്ധേയമായ കാര്യം, ഇറാനെ ആക്രമിക്കാൻ ആദ്യം തീരുമാനിച്ചിരുന്നത് ഇസ്രായേൽ ആയിരുന്നുവെങ്കിൽ ഇപ്പോൾ ഇറാനെ ആക്രമിക്കാൻ ഏറ്റവും കൂടുതൽ തിടുക്കം കൂട്ടുന്നത് അമേരിക്കയാണ്. ഇപ്പോൾ അമേരിക്കയുടെ ആവശ്യമാണ് ഇറാനെ ആക്രമിക്കുക എന്നുള്ളത്. അതേസമയം തന്നെ ചില അറബ് രാജ്യങ്ങളും റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങൾ ഇതിനെതിരെ രംഗത്ത് വന്നു എന്നുള്ളതും ശ്രദ്ധേയമായ കാര്യമാണ്. ഇറാനെ അമേരിക്ക ആക്രമിക്കുന്നതിന് മുൻപ് തന്നെ ഇറാൻ ആവശ്യമായുള്ള ആയുധങ്ങളും മറ്റ് സ്ഫോടക വസ്തുക്കളും മറ്റ് യുദ്ധ സാമഗ്രികളുമൊക്കെ തന്നെ റഷ്യയും ചൈനയും നൽകി എന്നുള്ളതും ചില അന്തർദേശീയ മാധ്യമങ്ങൾ പുറത്തുവിട്ട വാർത്തയാണ്. വൻതോതിൽ ആയുധ ശേഖരം ചൈനയിൽ നിന്ന് ഇറാനിലേക്ക് എത്തി എന്നുള്ള വാർത്തകൾ നേരത്തെ പുറത്തു വന്നിരുന്നു. 2 പടുകൂറ്റൻ പടക്കപ്പലുകളിലായി ഇറാനിലേക്ക് ചൈന വൻതോതിലുള്ള ആയുധങ്ങൾ എത്തിച്ചു എന്നുള്ളതും നേരത്തെ പുറത്തു വന്ന വാർത്തയാണ്. അപ്പോൾ ചില അറബ് രാജ്യങ്ങളും റഷ്യയും ചൈനയും പരിപൂർണമായ പിന്തുണ ഇറാന് നൽകുമ്പോൾ അമേരിക്കയും ഇസ്രായേലും അടക്കം യൂറോപ്പ് രാജ്യങ്ങളൊക്കെ തന്നെ ഇറാനെതിരാണ്. ഇത്തരമൊരു യുദ്ധം ആരംഭിക്കുകയാണെങ്കിൽ അതൊരു 3ാം ലോക മഹായുദ്ധത്തിന് സമാനമായ അവസ്ഥയിലേക്ക് എത്തുമെന്നാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും അമേരിക്ക സർവ്വസജ്ജമായിരിക്കുന്നു ഇറാനെ ആക്രമിക്കാൻ എന്നുള്ള വിവരങ്ങൾ അമേരിക്ക തന്നെ പുറത്തുവിട്ടിരിക്കുന്നു. 30,000 മുതൽ 40,000 സൈനികർ ഇറാന്റെ ചുറ്റുമുള്ള പ്രദേശങ്ങളിൽ ഇപ്പോൾ തന്നെ വിന്യസിക്കപ്പെട്ടിരിക്കുന്നുണ്ട്. ഏത് നിമിഷം വേണമെങ്കിലും ഇറാനിലേക്ക് അമേരിക്കയുടെ ഫൈറ്റർ ജെറ്റുകൾ എത്താം. അമേരിക്കയുടെ പടക്കപ്പലുകൾ ഇറാൻ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്നു. അമേരിക്കയുടെ ഏറ്റവും വജ്രായുധമായ B-2 ബോംബറുകൾ ഏത് നിമിഷം വേണമെങ്കിലും ഒരു നിർദ്ദേശത്തിന് കാത്ത് അമേരിക്കയിൽ ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായ മറ്റൊരു കാര്യം.